സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. 851 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ആദിച്ചനല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കാണാതായത് 9 പേരെ. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. രാജ്യത്ത് ആശങ്കയുയർത്തി വീണ്ടും കോവിഡ് കേസുകൾ ഉയരുന്നു. 24 മണിക്കൂറിനിടെ 7 മരണം. ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2710 കേരളത്തിൽ മാത്രം 1147 കേസുകൾ. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചത് ചീരക്കടവ് സ്വദേശി മല്ലൻ. കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമം തുടരുന്നു. കുങ്കിയാനയെ എത്തിച്ച് കാട് കയറ്റാൻ ശ്രമം. മാനേജരെ മർദ്ദിച്ച കേസിൽ ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ. ആസൂത്രിത ഗൂഢാലോചന ഭാഗമായുള്ള വ്യാജ പരാതി എന്ന് വാദം. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ പ്രതികാരമെന്നും എറണാകുളം സെഷൻസ് കോടതിയിൽ നടൻ. കാര്യങ്ങൾ വിശദീകരിക്കാൻ നടൻ വൈകിട്ട് മാധ്യമങ്ങളെ കാണും. വീണ്ടും പ്രതീക്ഷയുടെ ചൂളം വിളി. അങ്കമാലി ശബരി റെയിൽപാതയുടെ ബജറ്റ് വിഹിതം വകമാറ്റരുതെന്ന് ദക്ഷിണ റെയിൽവേ. ബജറ്റിൽ അനുവദിച്ചത് 117.2 കോടി രൂപ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച പാക് ക്രിക്കറ്റ് താരത്തിന് സ്വീകരണമൊരുക്കിയതിൽ വിവാദം. ഷഹീദ് അഫ്രീദി ക്ഷണിക്കാതെ നുഴഞ്ഞു കയറിയതെന്ന വിചിത്ര വിശദീകരണവുമായി മലയാളി സംഘടന. വിമർശനവുമായി BJP നേതാക്കൾ.